ഇന്ന് ചെറിയ മക്കളോട് പോലും സെക്സ് രംഗത്ത് അബ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും പെൺകുട്ടികളെ കാണുമ്പോഴേക്കും മുതിർന്നവർക്കൊന്ന് ഒരതണം, ഒന്ന് തോണ്ടണം എന്ന നിലക്കാകുമ്പോ ആ നിലക്കൊരു പ്രായമുള്ള വ്യക്തി അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴേക്കും വയസ്സനല്ലേ മോളെ എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു രീതി ഒരു മുതിർന്നവന്റെ അടുത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അവിടെ ശ്രദ്ധിക്കണം. ആരായാലും ശരി, ചെറിയ മക്കളൊക്കെ എനിക്ക് തോണ്ടാനും പിടിക്കാനുള്ളതാ, എനിക്ക് എന്ത് തോന്നിയാസം ചെയ്യാനുള്ളതാ, എനിക്ക് ഏത് നിലക്കും അവരെ ചീത്ത പറയാൻ പറ്റും, എനിക്ക് ഏത് കായും പൂയും അവരെ വിളിക്കാം എന്നൊരു തലമുതിർന്ന തലനരച്ച വാപ്പാര് ചിന്തിക്കാനും പാടില്ല. അതാ ഈ ഹദീസിന്റെ നിർവചനം. മല്ലം യർഹബ് സുഗീറന എന്ന് പറയുമ്പം വീട്ടിൽ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനോട് നല്ലോണം കഴിക്കണമെന്നോ, വീട്ടിൽ കൈപിടിച്ച് നടക്കുന്ന പൈതലിനോട് നല്ലോണം സ്വഭാവം കാണിക്കണമെന്നോ അല്ല. തന്നെക്കാൾ പ്രായക്കുറവുള്ളവരോട് ആ മര്യാദയോടെ പെരുമാറാൻ പറ്റണം. അങ്ങനെ പറ്റുന്നില്ലേ, ലൈസ മിന്ന, അവൻ എന്നിൽപ്പെട്ടവനല്ല. രണ്ടാമതായി അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല. മൻ ഇസ്തഹ്സിഅ ബി അംരി ദീനിന, എന്റെ ദീനിനെ പരിഹസിക്കുന്നവൻ, എന്റെ മതകാര്യങ്ങളെ തമാശയാക്കുന്നവൻ, എന്റെ മതവിഷയങ്ങൾ കളിയാക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് ട്രോൾ ഉണ്ടാക്കണം. അത് ദീനാണെങ്കിലും ശരി, ദുനിയാവാണെങ്കിലും ശരി. നമ്മൾ കാണാറില്ലേ, കല്യാണത്തിന്റെ സദസ്സ് പോലും ആയിരക്കണക്കിന് മലക്കുകൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്ന കല്യാണ സദസ്സിനെ പോലും ആളുകൾ, ജനങ്ങൾക്ക് മുൻപിൽ ആളുകൾ ട്രോളായിട്ട് അവതരിപ്പിക്കും. നിക്കാഹിന്റെ സദസ്സിൽ ചെറുപ്പക്കാരന്റെ നേരെ കൈനീട്ടി, അതല്ലെങ്കിൽ പുതിയാപ്ലന്റെ നേരെ കൈനീട്ടി, കൈപിടിച്ചു കൊടുക്കുന്ന വാപ്പാക്ക് നേരെ തന്റെ മൈക്ക് നീട്ടി എന്റെ മകളെ എന്ന് പറയുമ്പം അത് നേരെ ചെറുപ്പക്കാരന്റെ നേരെയാക്കി എന്റെ മകളെ അല്ല ഓന്റെ മകളെ എന്നൊക്കെ ട്രോളിറക്കുന്നവരുണ്ട്. അതോടൊപ്പം ജവ്വജതുക എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇസ്ലാമിലെ ഏറ്റവും പാവനമായ വാക്കിനെ ചങ്കിച്ചക്ക എന്ന് പറഞ്ഞിട്ട് ട്രോളുന്നവരുണ്ട്. അത് പ്രചരിപ്പിക്കുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മളെ ഭാഗത്തുള്ള കല്യാണ വീടുകളിലും ട്രോളിറക്കാൻ വേണ്ടിയിട്ട് കൂട്ടരൊരുങ്ങുന്നുണ്ട്. ഇങ്ങനെ മതത്തിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുക, നിക്കാബിട്ട പെണ്ണുങ്ങളെ ആ നിലക്ക് അവതരിപ്പിച്ച് ആളുകൾക്കിടയിൽ മറുഭാഗത്തൊരു കുരങ്ങിന്റെ ഫോട്ടോ വെച്ച് അവതരിപ്പിക്കുക, താടി നീട്ടിയവന്റെ അരികിൽ ഏതെങ്കിലും അർത്ഥത്തിൽ സിംഹവാലൻ കുരങ്ങിനെ വെച്ച് പരിചയപ്പെടുത്തുക, വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ള രീതി മുതൽക്ക് ഇന്ന് ചിലർക്ക് തോന്നിത്തുടങ്ങി. ഇതുപോലെ സലാം പറഞ്ഞു വരുന്ന സ്വാലിഹത്തായ ഇബ്ലീസുകളും സ്വാലിഹായ ഇബ്ലീസുകളും ഇന്ന് സോഷ്യൽ മീഡിയ കൈയടക്കിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു വരുന്നവന് പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് ലോൺ എടുത്ത് വാഹനം സ്വന്തമാക്കാം, നിങ്ങൾക്ക് ലോൺ എടുത്ത് പട്ടായക്ക് പോകാം, നിങ്ങൾക്ക് ഇന്നത് ചെയ്യാം, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, രണ്ടെണ്ണം ഫിറ്റ് ചെയ്താൽ ഓൻ പറഞ്ഞതൊക്കെ ഹലാലായി എന്ന നിലക്ക് മാഷാ അല്ലയും ഇൻഷാ അല്ലയും ആളുകൾക്ക് മുൻപിൽ പരിഹസിക്കുന്ന ആളുകൾ. ഇത് പെണ്ണിന്റെയും ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചുണ്ടിൽ ചായം തേച്ചും ലിപ്സ്റ്റിക് ഇട്ടും മുഖം നിറച്ച് പുട്ടിപരട്ടിയും കണ്ണിന്റെ പിരികമെഴുതിയും വട്ടമുഖത്തിൽ ഇറുകിപ്പിടിച്ച പർദ്ദ ധരിച്ച് അസ്സലാമു അലൈക്കും, ഞാൻ ഉപയോഗിച്ച ലിപ്സ്റ്റിക്, ഞാൻ ഉപയോഗിക്കുന്ന കണ്ണുമ പരട്ടുന്നത്, എന്നിട്ട് പൂച്ച നടക്കുന്നത് പോലെ ഇറുകിപ്പിടിച്ച വസ്ത്രത്തിൽ മുന്നും പിന്നും തള്ളിയിട്ട് ഒരു കാറ്റുവാക്ക് നടത്തിയിട്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് എന്നൊരു പാട്ടും ഫിറ്റ് ചെയ്താൽ അള്ളാന്റെ മതത്തിന്റെ ചിഹ്നങ്ങളെ കൊഞ്ഞനം കുത്തുന്നവർ ലൈസ മിന്ന, റബ്ബിന്റെ മതത്തിൽ പെടാത്തവരാ. ലൈസ മിന്ന മൻ ഇസ്തഹ്സിഅ ബി അംരി ദീനിന, എന്റെ ദീനിനെ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, തമാശിച്ചിട്ടുണ്ടെങ്കിൽ, പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ ലൈസ മിന്ന, അവനും എന്നിൽപ്പെട്ടവനല്ല. ഇതൊക്കെ സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാ. ആർക്കും എവിടെയും എന്തിനേയും പരിഹാസ്യമാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം, മതമോ മതമില്ലായ്മയോ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കാഫിറായി മരിക്കുക എന്നുള്ളത് മാത്രമല്ല, കാഫിറായി മരിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ സ്വഭാവം ഉണ്ടാക്കലും കാഫിർ എന്ന പരിധിയിലേക്ക് പെടും. ലൈസ മിന്ന എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടേണ്ടവരല്ല, അവർ മുസ്ലിമായിട്ട് ജീവിക്കേണ്ടവരല്ല, ജീവിക്കാൻ അർഹത കിട്ടിയവരല്ല, മുസ്ലിമായിട്ട് മരിക്കാനും അർഹത കിട്ടാത്തവരാണവർ. അതുകൊണ്ട് തന്നെ എന്തുമേതും നമ്മളെ സൗകര്യത്തിനാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവമുണ്ടെങ്കിൽ ആ ഇസ്ലാമിനെ ജീവിതം കൊണ്ടൊരിക്കലും നമ്മൾ തകർക്കാൻ പാടില്ല. ആ തിരിച്ചറിവോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവരാകുക. നമ്മളെ കൊണ്ട് റബ്ബിന്റെ മതം ഒരിക്കലും പരിഹാസ്യമാകാതിരിക്കുക. ഇസ്ലാമിന്റെ ഓരോ ചിഹ്നങ്ങളെയും ഏറ്റവും മനോഹരമായി സമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ സാധിക്കുക.
ആ നിലക്ക് ചിന്തിക്കുന്ന, ഒരിക്കലും ഇസ്ലാം അല്ലാതെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, റബ്ബിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം മാത്രമാ. ഒരു മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയൊരു സമ്പാദ്യം. അതിന് ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ച് അവനവന്റെ എഴുത്തിലും അവനവൻ റീചാർജ് ചെയ്യുന്നതും തിരിഞ്ഞുകൊത്തുന്ന ഒരവസ്ഥയാക്കാത്ത നിലക്ക് അള്ളാന്റെ ദീനിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ മതത്തോട് ചേർക്കപ്പെടാൻ പരിഗണിക്കപ്പെടാത്തവരും ഇസ്ലാമായിക്കൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരുമായ ആളുകളുടെ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇന്ന് ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം, ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ മുഖം സമൂഹത്തിന്റെ മുൻപിൽ വികൃതമാക്കപ്പെടുന്നു മുസ്ലിമീങ്ങളെ കൊണ്ട് തന്നെ എന്നുള്ളതാണ്. ലോകത്തൊരു ശക്തികൾക്കും പകരം വെക്കാനില്ലാത്ത, ഒരു ശത്രുക്കൾക്കും തകർക്കാനാവാത്ത ഇസ്ലാമിന്റെ മനോഹരമായ രീതികൾ, അത് മനുഷ്യൻ വിസർജിക്കുന്നത് കഴുകുന്നത് മുതൽ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ തേന്മേശകൾ മുതൽ രാത്രി ലൈറ്റ് അടച്ച് ലൈറ്റ് ഓഫാക്കി ചെയ്യുന്ന ലൈംഗികതയിൽ പോലും ഇസ്ലാം പഠിപ്പിച്ച മനോഹരമായ മുഖം, അതിന്ന് സമൂഹത്തിന്റെ മുൻപിൽ ചില മുസ്ലിമീങ്ങളാൽ വികൃതമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ നല്ല മുഖമല്ല ആളുകൾ ശ്രദ്ധിക്കുന്നത്, മറിച്ച് മുസ്ലിം സമൂഹത്തിലെ ചിലര് ചെയ്യുന്ന കെട്ടമുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്ത് ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്കും അത് തീവ്രവാദമാണ്, ഭീകരതയാണ്, അത് വർഗീയതയാണ് എന്ന് ചിന്തിക്കപ്പെടാനുള്ള കാരണം. ഒരാട് പീഡിപ്പിക്കപ്പെട്ടാൽ പോലും അതിൽ മുസ്ലിമിന്റെ പേരുണ്ടോ എന്ന് പരക്കം പായുന്ന മാധ്യമങ്ങൾ ഉണ്ടാകാനുള്ള കാരണമതാ. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്, മത തീവ്രതയും മതഭീകരതയും പടർത്തുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. എന്താണ് മത തീവ്രത? ഞാൻ വിശ്വസിച്ച കാര്യമേ ശരിയുള്ളൂ, അതുകൊണ്ട് എല്ലാവരും ഇന്ത്യയിലേക്ക് വരണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ആളുകൾക്ക് മേലെ ആ നിലക്ക് ഭീകരത സൃഷ്ടിക്കുന്ന രീതി, തീവ്രത സൃഷ്ടിക്കുന്ന രീതി, അത്തരക്കാരായ ആളുകൾ ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാ. ആരോടും പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നും ഉണ്ടാവൂല. നാട്ടിലുള്ള സജീവമായ ജീവകാരുണ്യ പ്രവർത്തനത്തിലൊന്നും അവരുണ്ടാവൂല. കാരണം ഞങ്ങൾക്ക് ഇൽമ് നിറഞ്ഞിട്ടില്ല, ഇൽമ് നിറഞ്ഞാലേ ഞങ്ങൾക്ക് ദഅവത്തിനിറങ്ങാൻ പറ്റൂ, ജീവകാരുണ്യ പ്രവർത്തനത്തിന് പറ്റൂ എന്ന് ചിന്തിച്ച് പൊതുവെ ഉള്ളറകളിലേക്ക് അവർ വലിയും. രാത്രി 9 മണിക്ക് ശേഷം ചില മജ്ലിസുകൾ സംഘടിപ്പിക്കപ്പെടും. കുടുംബത്തിലുള്ള എല്ലാവരും അമുസ്ലിം കാഫിർ വർഗത്തിൽപ്പെടും. താടില്ലാത്തവരൊക്കെ അമുസ്ലിമീങ്ങൾ, അതല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തവര്, അതല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ചേർക്കാൻ പറ്റാത്തവര്. ഞാനതൊരു കൊച്ചായിട്ടോ ചെറുതായിട്ടോ അല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് ഇസ്ലാമിക ലോകത്ത് അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടർ വളർന്നുകൊണ്ടിരിക്കുകയാ. മത തീവ്രത, വോട്ട് ചെയ്യാൻ പാടില്ല, അത് മറ്റുള്ള ആളുകളെ പിന്തുണയ്ക്കുന്നതാണെങ്കിൽ അത് ശിർക്കിനെ പിന്തുണയ്ക്കലാണ്, വോട്ട് ചെയ്യാൻ പോകരുത്, കല്യാണത്തിന് പോകരുത്, ഇന്നിത്യാദി രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ, സ്വന്തം കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെ ആളുകൾക്കിടയിൽ ഒരു വേർതിരിവ്, ഇങ്ങനെയുള്ളൊരു മത തീവ്രത ആ നിലക്ക് മാത്രം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവർ, അവനാന്റെ കാര്യത്തിൽ മാത്രം മത തീവ്രത, സമൂഹത്തോട് ചെയ്യേണ്ടതിലൊന്നും ഒരു തീവ്രത ഉണ്ടാവില്ല. നിസ്കാരം മാത്രം, നോമ്പ് മാത്രം, സുന്നത്ത് മാത്രം, ഇസ്ലാമിക ചിഹ്നം മാത്രം,
ഒരാളെ സേവിച്ചിട്ടുണ്ടോ? ഇല്ല. കുടുംബത്തിൽ ഒരാളോട് മര്യാദക്ക് പെരുമാറിയിട്ടുണ്ടോ? ഇല്ല. ഒരാളോട് മനസ്സുറന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ബാക്കിയുള്ളവരൊക്കെ ഓന്റെ കണ്ണിലാരാ? ഇതൊന്നും തികയാത്തവൻ, ഇസ്ലാമിലല്ലാത്തവൻ, യാതൊരുവിധ മുസ്ലിമിനും പകരം വെക്കാനില്ലാത്തവൻ. ഓനെ ഒരിക്കലും നമുക്ക് ഇസ്ലാമായിട്ട് അംഗീകരിക്കാൻ പറ്റൂല. എന്തേ കാരണം? ഓന്റെ മീശക്കേശം കട്ടിണ്ട്, ഓന്റെ താടിക്കേശം കുറവുണ്ട് എന്ന മനോഭാവത്തോടെ ജീവിക്കുന്ന മത തീവ്രതക്കാർ. രണ്ടാമത് ഭീകരവാദികൾ, എന്റെ മതത്തിനനുസരിച്ച് മാത്രം ജീവിക്കണം എന്ന് വാശി പിടിക്കുന്ന ആളുകൾ. അതും ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. അത്തരം ചിന്താഗതികളായിരുന്നു ലോകത്ത് തീവ്രവാദ മനസ്സിലെത്തിയത്, അല്ലേ? താലിബാനിലെ ഒരു ഫുട്ബോൾ ക്ലബിൽപ്പെട്ട ആളുകൾ അവരുടെ ധരിച്ചിരുന്ന അവരുടെ ട്രൗസർ, ഷോർട്സ് അവരുടെ മുട്ടുകാലിന്റെ ഒരല്പം മുകളിലേക്കായപ്പോ 11 പേരെയും വെടിവെച്ചു കൊന്നു. കാരണം അവർ ഔറത്ത് മറച്ചിട്ടില്ലായിരുന്നു. മതഭീകരതയിലേക്ക് കാര്യങ്ങൾ എത്താൻ തുടങ്ങി. ഈ രണ്ട് ചിന്താഗതികളാണ് ഇന്നൊരു അസ്മിയത്തായി, ജാതീയതയായി ഇസ്ലാമിനെ സമൂഹത്തിന് മുന്നിൽ താറടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഹാരം പ്രതീക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതുപോലെ മനുഷ്യന്റെ ഹൃദയം നന്നാക്കി, ഇബാദത്തുകൾ ഭംഗിയാക്കി, അതുവഴി അവന്റെ ജീവിതത്തിലെ സംശുദ്ധമായ ഇടപെടലുകൾ നടത്തി നാളെ റബ്ബിന്റെ ആഖിറത്തിൽ എനിക്കൊരു സ്ഥാനം വേണം എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിന് പകരം എല്ലാവരെയും സംശയക്കണ്ണോടെ കണ്ട്, എല്ലാവരെയും വെറുത്ത്, ആരോടും ഒന്നും സംസാരിക്കുകയോ ഇടപെടലുകളോ നടത്താതെ അവനാന്റത് മാത്രം എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് ഒതുങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ തിരുദൂതൻ പഠിപ്പിച്ചതും ലൈസ മിന്നാ മൻ ദആ ഇലൽ അസബിയ്യ, ഒരിക്കലും അസബിയത്തിന് വേണ്ടി, അവനവന്റെ ഗ്രൂപ്പിസം, ജാതീയതയ്ക്ക് വേണ്ടി, അവനവന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു തീവ്ര മനോഭാവത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും ആ ഒരു തീവ്ര മനസ്സുമായി പ്രവർത്തിക്കരുത്. മറ്റുള്ളവര് നന്നാവണോ? നിങ്ങൾക്ക് പ്രസംഗിക്കാം, ഉപദേശിച്ചു കൊടുക്കാം, മാറാത്തതിന്റെ പേരിൽ പിന്നങ്ങളോനെ കുറ്റം പറയരുത്. കാരണം മാറ്റേണ്ടത് റബ്ബ, ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുക്കേണ്ടത് റബ്ബ. അതുകൊണ്ട് ഉപദേശിക്കാം. ഒരിക്കലും നിങ്ങൾ വാശി പിടിക്കരുത്, എല്ലാവരും മുസ്ലിം ആകണമെന്ന് വാശി പിടിക്കരുത്. എന്നാൽ മുസ്ലിം അല്ലാത്ത എല്ലാവരെയും കൊന്നുകളയണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. യക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, അവർക്ക് അവരുടെ മതം. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടുവരാൻ ഒരാളെയും പടച്ചോൻ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു മനസ്സോടുകൂടി, ആ വേർതിരിവോടുകൂടി നിങ്ങൾ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിന്റെ അഖണ്ഡതക്കും നിയമത്തിനും എതിരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ലൈസ മിന്നാ, അവനും എന്നിൽപ്പെട്ടവനല്ല. നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ആ നാട്, ആ സമൂഹം നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടും നിങ്ങൾ ആ സമൂഹത്തിനിടയിൽ വീണ്ടും വിഭാഗീയതയും വർഗീയതയും പളർത്തുന്നുണ്ടെങ്കിൽ ലൈസ മിന്നാ, നിങ്ങൾ എന്നിൽപ്പെട്ടവനല്ല. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. ആ നിലപാടിൽ നിന്ന് നമ്മളെ മനസ്സിലേക്ക് ഇല്ലാത്ത ചില ചിന്തകൾ കുത്തിവെച്ച് കൗമാരങ്ങളെയും യൗവനങ്ങളെയും വെറും മത തീവ്രവാദികളാക്കി മാറ്റാനും മത തീവ്രതയിലേക്ക് കൊണ്ടുപോയി നശിപ്പിക്കാനും പണിയെടുക്കുന്നവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവനവന്റെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും മാത്രമായിട്ട് ഒതുങ്ങാൻ പാടില്ല. ജനക്ഷേമം ഉണ്ടാവണം, സാമൂഹ്യക്ഷേമം ഉണ്ടാവണം, കുടുംബ ഭദ്രത ഉണ്ടാവണം, ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണം. ഓരോരുത്തരോടും കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും ആദരവും ഓരോരുത്തർക്കും കൊടുക്കണം. എങ്കിലും അവന്റെ നിസ്കാരത്തിന് വിലയുള്ളൂ, അവന്റെ ഇബാദത്തിന് പടച്ചോൻ കൂലിട്ടിട്ടുള്ളൂ. അല്ലാതെ ഇബാദത്ത് കൊണ്ട് കറുത്ത നെറ്റിയിലെ തയമ്പുമായിട്ട് പടച്ചോന്റെ അടുത്ത് ചെന്ന് അല്ലാഹ് കുടുംബത്തെ മുൻനിർത്തി ചോദിക്കുമ്പോഴും, സമൂഹത്തിൽ പാവപ്പെട്ടവരെ മുൻനിർത്തിയിട്ടും പരീക്ഷിക്കപ്പെടുന്നവരെ മുൻനിർത്തിയിട്ടും ചോദിക്കുമ്പോ എനിക്ക് അതിനൊന്നും നേരല്ല, ഞാൻ ഫുൾ ടൈം ഇബാദത്തായിരുന്നു എന്ന് പറയുന്നവനെ അള്ളാഹുവിന് ഇഷ്ടമുണ്ട് എന്ന് ഹദീസ് പരിധിയാ നമുക്ക് കാണാൻ സാധിക്കൂല. രാത്രി ഫുള്ളും ഞാൻ നിസ്കരിക്കും, പകല് ഫുള്ളും ഞാൻ നോമ്പ് വെൽക്കും എന്ന് പറഞ്ഞ സ്വഹാബത്തിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്നെക്കാളും വലിയൊരു ഇബാദത്തൊന്നും വേണ്ട, ഞാൻ ഉറങ്ങലുണ്ട്, ഞാൻ നോമ്പ് വെൽക്കലുണ്ട്, ഞാൻ പകല് നോമ്പില്ലാതിരിക്കലുണ്ട്, രാത്രി സ്വന്തരായിട്ട് ഉറങ്ങിപ്പോവാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ദീന് എന്ന് തിരിച്ചറിയുക. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വലിയ തീവ്ര മനോഭാവം വരുത്തുന്നത് ഏത് സമൂഹത്തിന്റെയും നാശത്തിന് കാരണമാവുകയുള്ളൂ. ഇതാണ് ഇസ്ലാം ലോകത്തിന് കൊടുക്കുന്ന, അള്ളാഹുവിന്റെ ഹബീബ് കൊടുക്കുന്ന ഏറ്റവും വലിയ മര്യാദ. അതുകൊണ്ട് തന്നെ ലൈസ മിന്നാ എന്ന് അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകാറുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടാണെന്നേ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബെ.
മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. നാദാ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. അള്ളാഹുവെ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചോദിച്ചവരുണ്ട്. അസുഖം ബാധിച്ച് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലടക്കം കിടക്കുന്ന ആളുകൾ, ഐസിയുവിൽ കിടക്കുന്നവർ, നാദാ എന്താണോ ഏറ്റവും ഹൈറായത് ആ ഹൈറായതിലേക്ക് സന്തോഷവും സമാധാനവും നൽകി ഓരോ രോഗികളോടും നീ കാരുണ്യം കാണിക്കണമേ. നാദാ, കടബാധ്യതയിൽപ്പെട്ടവരുണ്ട്, ഹറാമായ ലോണ് പോലെയുള്ള വിഷയത്തിൽ അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബേ, നീ ഇഷ്ടപ്പെടുന്ന ഒരു മുസ്ലിം ആവാനും മുസ്ലിമായി ജീവിച്ചു മരിക്കാനും നീ അനുഗ്രഹിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് പരീക്ഷിക്കപ്പെടുന്ന ഞങ്ങളെ സഹോദര വിശ്വാസികൾക്ക് ആത്യന്തികമായ സമാധാനവും സംരക്ഷണവും നൽകി ആ രാജ്യങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.